നല്ല കൊള്ളാവുന്ന പെപ്പിളൊക്കെ ആണെങ്കിൽ അവിടെ പോകണം. അപ്പൊ അവിടെ വരെ പോയി ചുറ്റിക്കറങ്ങി റൗഡീസം, തേവര, ബ്യൂട്ടീസം, ക്രൈസ്തവനാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇറങ്ങുമ്പോൾ ആത്മാവേ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കും. അല്ല, ആ പേര് ഞാനത് വിളിക്കാൻ ഉള്ളൊരു മടികൊണ്ടായിരുന്നു. ആ പേര് സാറ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ കിട്ടിയത്? അതെ അതെ, ഞാൻ വളരെ മെലിഞ്ഞില്ല. എനിക്ക് തേവര കോളേജ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ കോളേജാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അവിടെയാണ് ഞാനായി മാറുന്നത്. എൻ്റെ ജീവിത ശൈലി പോലും മാറ്റുന്നത് തേവരയെ വെച്ചിട്ടാണ്. ഐ എം എ പ്രോഡക്റ്റ് ഓഫ് സെക്കൻഡറി കോളേജ്. ഞാൻ തേവരയിൽ വരുന്നത് 1962 ഞാൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ കരി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ മാറി. പേസ്റ്റ് വേണം, ബ്രഷ് വേണം. അന്ന് 5 മണിക്ക് ബെല്ലടിക്കും രാവിലെ. സാറന്നൊരു പഠിപ്പിസ്റ്റായിരുന്നോ? രാത്രി പോയിട്ട് അവിടെ നിന്ന് കപ്പ പറിച്ചെടുക്കും, തേങ്ങ കരിക്കെടുത്തിടും. അവിടെ കുളിച്ച് നിൽക്കും. നമുക്ക് ഇരുട്ടത്ത് കാണാൻ പറ്റില്ല, പക്ഷെ ഉപദ്രവിക്കില്ല. ഞാൻ ആദ്യമായിട്ട് മസാല ദോശയും സാധാരണ ദോശയും കഴിക്കുന്നത് വീട്ടിൽ ചെന്നു. അന്നത്തെ ഭക്ഷണം അന്ന് ഞങ്ങൾ കുറ്റം പറയും, പക്ഷെ ആ ഭക്ഷണത്തിൻ്റെ രുചി ഇന്നും നാക്കിന്ന് പോയില്ല. ഞാൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്, പ്രത്യേകിച്ച് വേളാങ്കണ്ണി മാതാവ്. എൻ്റെ വിശ്വാസം അന്നും ഇന്നും മാതാവിൻ്റെ ഒരു സംരക്ഷണം എനിക്കുണ്ട് എന്നുള്ളതാണ് ജീവിതം. എൻ്റെതായ കഴിവല്ല, അപ്പുറത്തൊരു ഡിവൈൻ ഹെൽപ്പ് എപ്പോഴും ഉണ്ടായത്. അതെനിക്ക് തേവര കോളേജിൽ നിന്ന് കിട്ടിയ അച്ഛന്മാരുടെ പരിശീലനങ്ങൾ ആ കാര്യത്തിലൊക്കെ. അങ്ങനെ ഒരു വലിയ വിശ്വാസം എനിക്ക് ആ കാര്യത്തിൽ ഉണ്ടായി, ഈശ്വര വിശ്വാസം ആ കാര്യത്തിലുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി പനിയൊക്കെ ഒന്നുള്ള ആളായത്. അപ്പോൾ ഇത് സ്കൂളിൽ അയക്കണമെന്നായിരുന്നു ആദ്യത്തെ അപ്പൻ്റെ തീരുമാനം. ഈ വിഷയത്തിലുള്ള അഗാധമായ നോളജൊന്നുമല്ല, ആ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പാർലമെൻറ്റിൽ പോകുമ്പോൾ ഞാൻ ഏത് വിഷയമാണെങ്കിലും വായിച്ച് പഠിച്ച് നോട്ടുണ്ടാക്കിയേ പോകാറുള്ളൂ. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ പരിശീലനം. അത് കുറുക്കം പോലും വരാത്തൊരു സ്ഥലമാണ് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മാഷിൻ്റെ ഒരു എപ്പോഴും ഉള്ളൊരു ഒരു ഒരു സംഗതി, നേതൃത്വത്തോട് നിൽക്കുന്ന ആ ഒരു ലോയൽറ്റി മാഷിനെപ്പോഴും ഉണ്ട്. കരുണാകരനോട് മാഷ് വളരെ ലോയലായിരുന്നു. ഇതൊക്കെ അറിയുമ്പോൾ തന്നെ AK ആൻ്റണിയോടും അതേപോലെ ബന്ധമുണ്ടായിരുന്നു. കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തേവര എന്ന് പറയുന്ന അതിലും ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് വിദ്യാഭ്യാസത്തിനായി വരികയും വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അന്നത്തെ പ്രിയോരായിരുന്ന അച്ഛൻ ചോദിച്ചു, എന്താണ് ഇനി പരിപാടി? അപ്പോൾ നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നാളെ മുതൽ വന്ന് കോളേജിൽ വന്ന് ട്യൂട്ടറായിട്ട് ജോലി പ്രവേശിച്ചോളൂ. അങ്ങനെ വിളിച്ച് ജോലി കൊടുത്ത് അങ്ങനെ വന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ തേവര കോളേജിൻ്റെ അലൂമിനി അസോസിയേഷൻ്റെ പേട്രൺ. ഇങ്ങനെ എല്ലാ തരത്തിലും കോളേജിൻ്റെ ഒരു ട്രൂ ഹാർട്ടിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് പ്രൊഫസർ KV തോമസ്.